ദ ജേർണലിസ്റ്റിലേക്ക് യുദ്ധം അതിതീവ്രമാക്കുന്ന വിധത്തിൽ ഇറാന് നേരെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായി ഒരു വലിയ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുകയാണ്. ഹോർമൂസ് കടലെടുക്ക് പിടിച്ചെടുത്ത് തങ്ങളുടേതാക്കാൻ ഗൂഢമായ നീക്കം നടത്തുന്ന അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ് GCC രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ ഈ നീക്കം അമേരിക്കയുടെ ഇറാന് നേരെയുള്ള ആക്രമണങ്ങളുടെ മുനയൊടിക്കുന്നതായി മാറുന്നു എന്നുകൂടി വേണം ഈ ഘട്ടത്തിൽ പറയാൻ. നമുക്കറിയാം, ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ പൊതുവിൽ സകലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു, ഇറാന്റെ ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം മാത്രമല്ല അമേരിക്കയ്ക്കുള്ളത്, അത് ഹോർമൂസിന്റെ മേലുള്ള താല്പര്യം കൂടി പ്രകടമാക്കുന്ന വിധത്തിലാണ്. അതായത് ഹോർമൂസിന് മേൽ അമേരിക്കയ്ക്ക് ഒരു കണ്ണുണ്ട് എന്ന് തുടക്കം മുതലേയുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അതായത് ഹോർമൂസ് അമേരിക്ക പിടിച്ചെടുക്കും, ഹോർമൂസിന് ട്രംപിന്റെ പേര് നൽകും, അങ്ങനെ നിരവധിയായ പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ യുദ്ധം തുടങ്ങിയ സമയത്തുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു ലാഭക്കച്ചവടമാണ് ഈ യുദ്ധം എന്ന് അതുകൊണ്ട് തന്നെ പലരും വിലയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ അത്തരം സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചോ ഹോർമൂസ് കേന്ദ്രീകരിച്ചുള്ള വലിയ വ്യവസായങ്ങളെക്കുറിച്ചോ ഒന്നും പറയാതിരുന്ന ട്രംപ് പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയൊരു നിർണായകമായ പ്രഖ്യാപനമായിരുന്നു ഹോർമൂസിൽ നിന്ന് 20% ചുങ്കം പിരിക്കും എന്നുള്ളത്. അതിനെയാണ് GCC രാജ്യങ്ങൾ ഇപ്പോൾ കൂട്ടത്തോടെ എതിർത്തത്. GCC രാജ്യങ്ങൾ ശക്തമായി തങ്ങൾക്കെതിരെ വരുന്നത് കണ്ട് അമേരിക്ക ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ ഇറാനെ ഭയക്കുന്നു, ഇറാന്റെ ആണവശക്തിയെ ഭയക്കുന്നു, ഇറാന്റെ ഈ പറയുന്ന മിസൈൽ ശേഷിയെ ഭയക്കുന്നു എന്ന തരത്തിലൊക്കെ ഒരു ഭീതി ഉണ്ടാക്കി ലോകത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം, ലോകത്തിന് ഇറാന്റെ ആണവശേഷി ഭീഷണിയാണ്, അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ ട്രംപ് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് കൂടി വേണം ഇതിൽ നിന്ന് കാണാൻ. അതായത് ഹോർമൂസ് പിടിച്ചെടുത്ത് ഹോർമൂസിൽ ചുങ്കം ഏർപ്പെടുത്തി അതുവഴി വലിയ കച്ചവട താല്പര്യങ്ങൾ നേടുക എന്ന ലക്ഷ്യമായിരുന്നു ഈ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് വേണം കരുതാൻ. ഇത് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് ഈ യുദ്ധം രൂക്ഷമാകുമ്പോൾ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് GCC രാജ്യങ്ങൾക്കാണ്. സൗദിയിലേക്കടക്കം ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇന്ന് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് നിശിതമായ ആക്രമണം ഉണ്ടായി, അത് തുടരുമെന്നും പറയുന്നു. വിജയം വരെയും തങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് ഇറാൻ എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ സ്ട്രാറ്റജി. അതായത് അമേരിക്ക ഇനി ഒരു ചർച്ചയ്ക്ക് വിളിച്ചാലും ആ ചർച്ച നടക്കാൻ പോകുന്നില്ല എന്ന് ചുരുക്കം. അത്രയും ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാരണം അമേരിക്ക വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിച്ച് ആ കരാർ കീറിയെറിഞ്ഞ് ഇറാൻ പറയുന്ന വഴിക്ക് കപ്പലുകൾ വിടാതെ സ്വന്തം നിലയ്ക്ക് ഹോർമൂസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ഒന്നുകൂടി പറയാം, ഹോർമൂസിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ ഇടപെടലുകളാണ് ഇപ്പോൾ ഈ യുദ്ധം അതിതീവ്രമാകാനും വെടിനിർത്തൽ കരാർ ഇല്ലാതാകാനും കാരണമായിരിക്കുന്നത്. ഇത് പതിയെ പതിയെ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ആദ്യഘട്ടത്തിൽ അമേരിക്ക പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് ഇറാന് നേരായി യുദ്ധത്തിന് നേരെ കണ്ണടച്ച് പശ്ചിമേഷ്യ ഇത്രയധികം തകർച്ചയിലേക്ക് പോയിട്ടും അമേരിക്കയെ വിലക്കാൻ കഴിയാതെ നിന്നിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അവർക്ക് നേരെ ആക്രമണങ്ങൾ ശക്തമാവുകയും അതിനിയും രൂക്ഷമായി തുടരുകയും ചെയ്യുമെന്ന് മനസ്സിലായതോടെ ഹോർമൂസിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ വേണ്ട എന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വരികയും ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഹോർമൂസിൽ ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു പോകണമെങ്കിൽ ഇറാനുമായി ഒരു സമവായം ഉണ്ടാക്കണമെന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. നോക്കുക, കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് എന്താണ്? ഹോർമൂസിന്റെ ഗാർഡിയൻ അമേരിക്കയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോകുന്ന കപ്പലുകൾ കടന്നു പോകുമ്പോൾ എല്ലാ സൗകര്യവും അമേരിക്ക ഒരുക്കും. അതായത് ഇല്ലാത്തൊരു പ്രശ്നം ഒരു മേഖലയിൽ സൃഷ്ടിക്കുകയും അവിടുത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവിടെ പോകുന്ന കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷിതത്വം ഒരുക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും ഏറ്റവും ഒടുവിൽ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് 20% ചുങ്കം പിരിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്ന ട്രംപിന്റെ തന്ത്രം അത് ഈ ലോകത്തിന് മുഴുവൻ വലിയ നാശമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒന്നാണ് എന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. നോക്കുക, ഇല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയത് ട്രംപാണ്. അതിനുശേഷം ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നത് ട്രംപാണ്. ഏറ്റവും ഒടുവിൽ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ടോൾ തന്നാലേ ആ പ്രശ്നം പരിഹരിക്കൂ എന്ന് പറയുന്നതും ട്രംപാണ്. എത്ര വിദഗ്ധമായിട്ടാണ് ട്രംപ് ഇസ്രായേലിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം നിന്ന് അതുവഴി സ്വന്തം വ്യവസായ താല്പര്യങ്ങൾ നടപ്പാക്കുന്നത് എന്ന് നോക്കുക. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഹോർമൂസ് വിഷയം കത്തി നിൽക്കുന്നത് കൊണ്ട്
സകല രാജ്യങ്ങളെയും സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകുമ്പോഴും അതിൽ ഗുണമുണ്ടാക്കുന്ന രണ്ട് രാജ്യങ്ങൾ അത് അമേരിക്കയും റഷ്യയുമാണ്. ഇപ്പോൾ വെനസ്വലയിൽ നിന്നുള്ള എണ്ണയടക്കം അമേരിക്കയുടെ കയ്യിൽ വലിയ തോതിൽ എണ്ണയുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഹോർമൂസ് വഴി പോകാതെയാകുമ്പോൾ അതുവഴി ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധം ഇങ്ങനെ പോകുമ്പോൾ റഷ്യ അവരുടെ പക്കലുള്ള എണ്ണ വിറ്റ് വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയോട്ട് ഉയരാനും പാടില്ല, എന്നാൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എണ്ണ കൂടുതലായി വിൽക്കുകയും വേണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഹോർമൂസ് പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം കൂടി, അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ പൊതുവിൽ അമേരിക്കയ്ക്ക് ആകെ മെച്ചമുണ്ടാക്കുന്ന നിലയിലേക്ക് ഹോർമൂസിലെ പ്രശ്നങ്ങളെ കൊണ്ടുപോകാനാണ് ട്രംപിന്റെ താല്പര്യം. ആ താല്പര്യമാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പൊളിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ജീവഹാനിയാണ്. ഇന്ത്യക്കാർക്കുണ്ടായ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം, അതായത് 13 ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയതിന് ശേഷം ജീവൻ നഷ്ടമായിട്ടുണ്ട്. 3 പേരെ കാണാതായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പതാകയുള്ള കപ്പലിലെ ജീവനക്കാരനെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കനക്കുന്നത് ഇന്ത്യക്കും വലിയ നാശനഷ്ടം ഈ നാവികരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ തോതിൽ എണ്ണവില ഉയരുന്നത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക്, ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ എണ്ണ വിൽക്കാൻ കഴിയാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. $64 നിലയിലേക്കൊക്കെ താഴ്ന്ന ബാരലിന്റെ ഡോളർ വില ഇപ്പോൾ ഇരട്ടിയിലധികമായി കുതിച്ചുയരുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ നടത്തുന്ന ഇടപെടലുകൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ്. ആ പ്രശ്നം അവർ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെ പോയാലും അവർക്ക് നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഹോർമൂസ് അടഞ്ഞു കിടന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്കുമേൽ അമേരിക്കയുടെ കൈവശമുള്ള എണ്ണ വ്യാപകമായി വിൽക്കാൻ കഴിയും. അതുവഴി ലാഭമാണ്. ഇനി ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ അതുവഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം ഈടാക്കി അതുവഴി വലിയ നേട്ടം ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അതും വലിയൊരു നേട്ടമാണ്. ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയാൽ കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നൽകാൻ സാധിക്കും. ആയുധ കച്ചവടം എന്ന നിലയിൽ അതും അമേരിക്കയ്ക്ക് നേട്ടമാണ്. അങ്ങനെ ഈ യുദ്ധം കത്തിച്ചു നിർത്തി ഏത് വഴിക്ക് പോയാലും നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ട്രംപ് വല്ലാത്തൊരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇനിയും യുദ്ധം രൂക്ഷമായാൽ തങ്ങൾക്ക് വലിയ ദോഷമാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ എന്തോ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ട്രംപിന് നേരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഹോർമൂസിലെ ചുങ്കപ്പെരിവ് അനുവദിക്കില്ല എന്ന് GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞതോടുകൂടി ട്രംപിന് മനസ്സിലായി ആ നീക്കവുമായി മുന്നോട്ട് പോയാൽ സകലതും തിരിച്ചടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും ട്രംപിനില്ല. പക്ഷെ അതേസമയം ഇറാൻ യുദ്ധം അതിതീവ്രമാക്കുമെന്ന നിലപാട് ഒന്നുകൂടി ആവർത്തിക്കുന്നു. വിജയിക്കും വരെയും യുദ്ധം തുടരുമെന്ന് പറയുന്നു. ആര് മധ്യസ്ഥത വഹിക്കും, ആര് ഇറാനെ പിടിച്ചുകെട്ടും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറുന്നു. ട്രംപ് തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു സമ്മതിച്ചു താൻ ഇത്രയൊക്കെ ആക്രമണം നടത്തിയിട്ടും അമേരിക്ക ഇത്രയധികം യുദ്ധം ഇറാനിലേക്ക് ചെയ്തിട്ടും ഇറാന്റെ വലിയ നാശനഷ്ടങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടും ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇറാനെ തീർക്കാൻ കഴിയില്ല. കുറച്ച് നാൾ കൂടി ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വേണ്ടിവരുമെന്ന് ട്രംപ് പറയുന്നു. എന്ന് മാത്രമല്ല, അടുത്തയാഴ്ച ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാന് ഒരു ഭീഷണി സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാനെ ചർച്ചയ്ക്ക് വരുത്താനുള്ള നീക്കങ്ങളും ട്രംപ് തുടങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം വളരെ വേഗം തീരാനുള്ള ഒരു സാഹചര്യവുമില്ലെന്ന് മാത്രമല്ല, മധ്യസ്ഥ ചർച്ചകൾ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് യുദ്ധം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൂടിയാണ്.